ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ ആശയത്തിൻ്റെ ദൃശ്യ ആവിഷ്കാരമാണ്. തെറ്റുകുറ്റങ്ങളോട് ശക്തമായി പ്രതികരിക്കാതെ നല്ലതായി തോന്നിയ കാര്യങ്ങളെ കയ്യടി നൽകി പ്രോത്സാഹിപ്പിക്കണേ. ഒൻറ്റാരിയോ പ്രവിശ്യയിലെ ഒരു ചെറിയ പട്ടണത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ കുടിയേറി പാർത്ത അലക്സും ജെസ്സിയും അവരുടെ ഒറ്റപുത്രി ജാക്വലിൻ്റെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് നടത്തിയ ഒരു ചെറിയ ആഘോഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഇതെന്നാടാ വെച്ചോണ്ടിരിക്കുന്നേ? പകുതി പോലും ആയില്ലല്ലോ, എടുത്ത് കഴിക്കുന്നേ. എടാ ജീൻ എന്തിയടാ? അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഓളമായിരുന്നു. ജീൻ ഇപ്പോൾ എത്തും. രാവിലെ എണീറ്റപ്പോൾ ആളിൻ്റെ പെടലി ഒന്ന് വെട്ടി. ഹോസ്പിറ്റലിൽ പോയി പോസ്റ്റ് ആയെന്നാ തോന്നുന്നത്. മെല്ലെ അടിക്കണാവേ, അല്ല നിന്റെ കൂമ്പ് പാടിപ്പോവും. എന്താ പറയാനാടോ, രാവിലെ 10 മണിക്ക് ആ എമർജൻറ്റ് ട്രയലിൽ ചെന്ന് കയറിക്കൊടുത്തതാ. തിരിച്ചിറങ്ങിയപ്പം മണി 5 ആയി. ആ കിട്ടിയതോ ഒരു പെയിൻ കില്ലറിൻ്റെ പ്രിസ്ക്രിപ്ഷനും 2 വർഷം കഴിഞ്ഞുള്ള MRIയുടെ അപ്പോയിൻമെൻറ്റും. ഇതിന് മാത്രം എന്നാ പറ്റിയടാ പോയി? ഒന്നുമില്ലെന്നേ, രാവിലെ എണീറ്റപ്പോൾ പെടലി ഒന്ന് ചെറുതായിട്ട് വെട്ടി. വൈകിട്ട് പാർട്ടിയൊക്കെ ഉള്ളതല്ലേ, പെട്ടെന്ന് അങ്ങ് സെറ്റാക്കിയേക്കാന്ന് കരുതി ഒന്ന് പോയതാ. സമയം പോയത് മിച്ചം. പിന്നെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ ആസ്ഥാന വൈദ്യൻ ആ സോമനില്ലേ, പുള്ളിയെ ഷോപ്പേഴ്സ് ഡ്രഗ് ബാണ്ടി വെച്ച് കണ്ടു. കാര്യം പറഞ്ഞു. പുള്ളി എന്നെ അങ്ങ് മാറ്റി നിർത്തി കൈയും പെടലിയും എല്ലാം കൂടെ വലിച്ചു പിടിച്ചൊരു ഒറ്റ കലാപരിപാടി. സംഗതി സെറ്റ്. ആഹാ, കൊള്ളാം. സംഗതി ശരിയാക്കിയാലും സോമന് കേട്ടിട്ടില്ല. അതും ദൈവം കൊണ്ടുപോയി. ദേ അലക്സ്, ഇയാളുടെ നിരീശ്വരവാദം യുക്തിവാദം ഒന്നും ഇവിടെ വേണ്ട. അത് താങ്ങാൻ പറ്റാത്തോണ്ടാടാവേ. അവൻ പറയട്ടെന്നേ. കഴിഞ്ഞ 16 വർഷങ്ങളിൽ നേടിയതെല്ലാം തൻ്റെ മാത്രം കഴിവുകൊണ്ടും പരിശ്രമം കൊണ്ടും എന്നാണല്ലോ ഒരു വെപ്പ്. അല്ലേ അലക്സി? അതേടാ, പഠിച്ചും പരിശ്രമിച്ച് നേടിയെടുത്ത ഒന്നിനും ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെയോ പുണ്യാളുടെ ഔദാര്യം കൊണ്ടാണെന്ന് പറയാൻ എനിക്കിപ്പോൾ സൗകര്യമില്ല. വേറെ എന്തെങ്കിലും പറയടാ പോയി, ചുമ്മാ മൂട് കളയാതെ. നിങ്ങൾ വന്ന് കഴിക്കാൻ നോക്കുന്നേ, ചുമ്മാ ഇത് എൻ്റെ തള്ളും കേട്ടോണ്ടിരിക്കാതെ. ആഹാ, ജീനെത്തിയോ? പെടലി എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, ശരിയായി. സ്റ്റെഫി ഇപ്പൊ പോയതേ ഉള്ളൂ. നാളെ രാവിലെ കുർബാനയ്ക്ക് പോകാനായിട്ട്. എന്നെ അവള് വിളിച്ചായിരുന്നു. നേരത്തെ പിള്ളേരെയും കൊണ്ട് പോകുന്നു പറഞ്ഞായിരുന്നു. മോളെ, ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്തായിരുന്നോ? No, uncle. I'll just do it tomorrow. I kind of have a headache. ദേ ഫുഡ് ഞാനിപ്പോൾ ചൂടാക്കി വെച്ചതാ. തണുക്കുന്നതിന് മുമ്പ് അങ്ങ് കഴിച്ചേക്കാം. എല്ലാവരും വാ. വാടാ, നമുക്ക് ഒന്നുകൂടെ വിട്ടിട്ട് അവസാനിപ്പിക്കാം. മോളെ എഴുന്നേക്ക് വാ, വേദപാഠത്തിന് പോകണ്ടേ? മോളെ, Hey, Mr. and Mrs. Alex, I'm Dr. Sam. I understand this is a very difficult topic to discuss, but your daughter requires emergency surgery within next 24 hours due to a life-threatening brain tumor. I know it's hard to process, but there is a possibility of some disabilities following the surgery. I need your consent to move forward. Do you have any questions or concerns? What? She needs a surgery? Yes, but don't worry. As a surgeon and moreover a parent, we will try our best. Let's pray to God Almighty. എന്നാടാ, എന്നാ പറ്റി? ജീനെ, ബ്രെയിൻ ട്യൂമറാടാ. സർജറി ഒക്കെ വേണമെന്നാ പറയുന്നത്.
എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലടാ. ജെസ്സി, ആരാ ഡോക്ടർ? ഡോക്ടർ സാം. നല്ല എക്സ്പീരിയൻസ്ഡ് സർജനാ, ഒന്നും പേടിക്കണ്ട. പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നീ വാ, നമുക്കൊന്ന് പോയി മോൻ കഴുകിയിട്ട് വരാം. എടാ, എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുക. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒന്നിനും പറ്റണില്ലടാ ഉവ്വേ. അലക്സേ, നീ പേടിക്കാതെ. അസുഖം വരുമ്പം ഭേദമാക്കാൻ ആശുപത്രിയും ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉള്ളത്. അതവർ നന്നായി ചെയ്തോളും. നമുക്ക് ചെയ്യാവുന്ന കാര്യം ഒന്നേ ഉള്ളൂ, മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. ദൈവം വിളി കേൾക്കും, ഉറപ്പാ. ഞാൻ ആരോട് പ്രാർത്ഥിക്കാനാ ചെയ്യുന്നത്? വർഷങ്ങളായി പള്ളിയിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട്. അല്ലെങ്കിലും ഒരു തളച്ച വരുമ്പോൾ മാത്രം ഞാൻ എങ്ങനെ നേർച്ചയും പ്രാർത്ഥനയും? നിനക്കറിയാമല്ലോ എൻ്റെ കാര്യങ്ങൾ. എടാ, നമ്മളൊക്കെ വെറും നിസ്സഹായരായ മനുഷ്യന്മാരാ. തെറ്റും കുറ്റവും കുറവുകളും ഒക്കെ ഉള്ളവർ. ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനും നമ്മളെ പഠിപ്പിച്ച ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുക. നമ്മുടെ ജാക്കുലിനെ ഈശോ കാത്തോളും. നിങ്ങളൊരു കാര്യം ചെയ്യും, ആദ്യം ഒന്ന് വീട്ടിൽ പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ. അതിൻ്റെ കൂട്ടത്തിൽ പള്ളിയിലൊക്കെ ഒന്ന് പോയി മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക. അതുവരെ ഞങ്ങളിവിടെ നിന്നോളാം. നഴ്സിൻ്റെ അടുത്ത് കൺസെൻറ്റ് കൊടുത്തിട്ട് പോയാൽ മതി കേട്ടോ. Hey, everything went well. She's perfectly all right. Almighty heard your prayers. You will be able to see her in 2 hours. ഇനി നിങ്ങൾ കരയണ്ട അലക്സേ, അത് കഴിഞ്ഞു. തുണയായ ഈശോ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ എന്തൊക്കെ നേടിയാലും ഒരു നിമിഷം കൊണ്ട് തകർന്നു വീഴുന്ന ഒരു ചീട്ടുകൊട്ടാരം പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. പരീക്ഷണങ്ങളെ നേരിടാൻ വിശ്വാസങ്ങൾക്കും പ്രാർത്ഥനകൾക്കും നമ്മുടെ മനസ്സിന് ശക്തി പകരാൻ സാധിക്കുന്നുവെങ്കിൽ അവയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, കൈവിടാതെ.